സജി മഞ്ഞക്കടമ്പനെ മടക്കിക്കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കം വിജയം കണ്ടില്ല. എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടാണ് സജി UDF നേതൃത്വത്തെ അറിയിച്ചത്. ഇതോടെയാണ് പകരക്കാരനെ നിശ്ചയിക്കാൻ ഇന്നലെ അടിയന്തര യോഗം ചേർന്നത്. ജോസഫ് ഗ്രൂപ്പിലെ തർക്കം മുന്നണിയെ ആകെ ബാധിച്ചെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. പടനയിച്ച പടനായകനെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോട്ടയത്ത് UDF. ഇത് കണ്ടാണ് കരുനീക്കവുമായി കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയത്. പ്രശ്നം പരിഹരിക്കാൻ ജോസഫിന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെ നേരിട്ടും അല്ലാതെയും UDF നേതൃത്വം സജിയെ സമീപിച്ചെങ്കിലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി സജി നേതാക്കളെ അറിയിച്ചു. ഒടുവിൽ ആ ദൗത്യം നേതാക്കൾ ഉപേക്ഷിച്ചു. പക്ഷേ സജിയെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയും നേതാക്കളിൽ നിന്നും ഉണ്ടായില്ല. സജി സ്വീകരിച്ചത് വഞ്ചനാപരമായ നിലപാടാണോ എന്ന ചോദ്യത്തിന് തിരുവഞ്ചൂരിന്റെ മറുപടി ഇങ്ങനെ: സജി തന്റെ മാതൃസംഘടനയിലേക്ക് മടങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കുടുംബക്കാരും വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് നിലപാട് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. സജിയുടെ നിലപാടിനോട് യോജിപ്പുള്ളവർ ഇനിയും ജോസഫ് ഗ്രൂപ്പിലുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് പ്രചരണത്തിന് ഇടവേള നൽകി പ്രശ്നം പരിഹരിക്കാൻ ഫ്രാൻസിസ് ജോർജ് തന്നെ നേരിട്ടിറങ്ങിയത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.